ഖുർആൻ വായിക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം, വായിക്കപ്പെടുന്ന ഗ്രന്ഥം. ലോകത്ത് അത്രയും കൂടുതൽ വായിക്കപ്പെടുന്ന, ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല. അത്രയും ആളുകൾ കൂടുതൽ മനഃപ്പാഠം പഠിച്ച ഗ്രന്ഥം വേറെ ഇല്ല. ആ പരിശുദ്ധ ഖുർആൻ. ഏത് രംഗത്ത് നീങ്ങുന്നവരും ഖുർആൻ എടുത്തു നോക്കിയാൽ ഖുർആനിൽ അവർക്ക് മാതൃകകൾ ഉണ്ട്, അവർക്ക് വിഷയങ്ങളിലേക്ക് സൂചനകൾ ഉണ്ട്. അങ്ങനെയാണ് ഖുർആൻ. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ആ പരിശുദ്ധ ഖുർആൻ, അതിൽ ഖുർആൻ എന്ന വാചകം ഓതപ്പെടുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളായ തൗറാത്ത്, ഇൻജീൽ, സബൂർ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ഖുർആൻ എന്ന് പ്രയോഗിക്കപ്പെടൽ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കമാ അൻസൽനാ അലൽ മുഖ്തസിബീന അല്ലദീന ജഅലുൽ ഖുർആന അളീം എന്ന് ഒരായത്തിൽ കാണാം. എന്താണ് അവിടെ പറയുന്നത്? തൗറാത്ത് സ്വീകരിച്ച് ജീവിക്കുന്നവരാണെന്ന് വാദിക്കുന്ന യഹൂദികൾ, ഇൻജീൽ സ്വീകരിച്ച് ജീവിക്കുന്നവരാണെന്ന് വാദിക്കുന്ന നസ്രാനികൾ, ഈ രണ്ട് കക്ഷികളും അവർക്ക് ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കുകയും ഇഷ്ടപ്പെടാത്തത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തള്ളുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ചതിനാൽ അവർ അവരുടെ ഖുർആൻ ഓഹരി വെച്ചവരായി. ചിലത് സ്വീകരിക്കും, ചിലത് സ്വീകരിക്കില്ല. ഈ വിഷയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഖുർആൻ എന്നാണ് പ്രയോഗിച്ചത്. ഇതുപോലെ സഹീഹുൽ ബുഖാരിയിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സബൂർ എന്ന ഗ്രന്ഥം ഓതുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് ഖുർആൻ എന്ന പ്രയോഗം കാണാം. എന്തുകൊണ്ട്? ഖുർആൻ എന്ന പ്രയോഗം അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾക്കെല്ലാം പറയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണ ചൊല്ലാറില്ലേ ശറഫലനാം മൗലിദ്? അതിലുണ്ടല്ലോ അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ചെറിയ കുട്ടി, ആ കുട്ടിയെ കഅബത്തിന്റെ സമീപത്ത് പ്രസവിച്ച ഉടനെ എടുത്തുകൊണ്ടുവന്ന് ചൊല്ലിയ ഒരു പദ്യം, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. ആ പദ്യത്തിൽ നിങ്ങൾക്ക് കാണാം അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി. ഖുർആനിൽ പേര് പറയപ്പെട്ടവരാണല്ലോ ഓ കുട്ടി, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഖുർആനിൽ പേര് പറയപ്പെട്ടവരാണല്ലോ അവിടുന്ന്. ഇങ്ങനെ ആ ഉപ്പാപ്പ ചൊല്ലിയതെങ്ങനെ? 40ാമത്തെ വയസ്സിലല്ലേ ഖുർആൻ ഇറങ്ങുന്നുള്ളൂ. അതേ, പക്ഷേ അവിടെ ഖുർആൻ എന്ന് പറഞ്ഞ വാചകം കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്തിലും അതുപോലെ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിലുമൊക്കെ മുൻകാലത്തുള്ള ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പരാമർശിച്ചുവല്ലോ. ഈ പരാമർശം തന്നെയാണ് അബ്ദുൽ മുത്തലിബിന്റെ പദ്യത്തിലും അദ്ദേഹം പറഞ്ഞത്, അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി. പാരായണം ചെയ്യപ്പെടുന്ന മുൻകാല ഗ്രന്ഥങ്ങളിൽ അങ്ങയുടെ പേരുണ്ടല്ലോ. അപ്പൊ ഖുർആൻ എന്ന വാചകം ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്ന അർത്ഥമാണ്. ആ അർത്ഥത്തിൽ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഖുർആൻ എന്ന് പറയാം. പക്ഷേ സാധാരണ നിലക്ക് നാം ഖുർആൻ എന്ന് പറഞ്ഞു വരുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഫുർഖാനുൽ അദീം, ആ ഫുർഖാനുൽ അദീമിനാണ് നാം സാധാരണ ഖുർആൻ എന്ന് പ്രയോഗിച്ചു വരുന്നത്. ഖുർആൻ എന്ന് പറയുന്ന വാചകം പരിശുദ്ധ ഖുർആനിൽ 70 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 70 സ്ഥലത്ത് ഖുർആൻ എന്ന വാചകം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണത്. ഏറ്റവും കൂടുതൽ പാരായണത്തിന് പ്രതിഫലം കിട്ടുന്ന ഗ്രന്ഥവും അത് തന്നെ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ധാരാളമായി നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ ശാരീരികവും മാനസികവുമായ
എത്രയോ രോഗങ്ങൾക്ക് ശമനമുണ്ട്, എത്രയോ ബറക്കത്തുകൾ ഖുർആൻ ഇറങ്ങുന്ന സ്ഥലത്ത് അവതരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഗ്രന്ഥം വായിക്കുന്നത് പോലെയല്ല. അതേ, ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളവിടെ മറ്റ് സംസാരങ്ങൾ സംസാരിക്കരുത്, അതിനെതിരായി ഒരൊറ്റ അക്ഷരം ഉരിയാടരുതെന്ന് മാത്രമല്ല, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ അതുകൊണ്ട് ലഭിക്കുന്നത് എന്താണ്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കും. കേട്ടാൽ തന്നെ പുണ്യമുള്ളൊരു ഗ്രന്ഥം, അതൊന്ന് മറിച്ചു നോക്കിയാൽ നോക്കുന്നതിന് പ്രതിഫലം കിട്ടുന്ന ഗ്രന്ഥം, അത് കേട്ടാൽ പ്രതിഫലം ലഭിക്കുന്ന ഗ്രന്ഥം, പാരായണം ചെയ്താലോ 1:10 പ്രതിഫലം ലഭിക്കുന്ന ഗ്രന്ഥം. 1:10 ഒരു അക്ഷരം മോദിയാൽ 10 പ്രതിഫലമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫിന് 10 പ്രതിഫലം ഇല്ലേ? അലിഫ് ഒരു ഹർഫാണ്. ലാമിന് 10 പ്രതിഫലമില്ലേ? അതൊരു ഹർഫാണ്. മീമിന് 10 പ്രതിഫലമില്ലേ? അതൊരു ഹർഫാണ്. അങ്ങനെ പ്രത്യേകമായി ഓരോ അക്ഷരത്തിലും 10 പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ഞാൻ ആദ്യമായി തന്നെ എന്റെ മുസ്ലിം സഹോദരന്മാരോട് സഹോദരിമാരോട് പറയട്ടെ, ഖുർആൻ ഓതുന്നവർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അൽ മാഹിർ ബിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആൻ കൊണ്ട് മഹാർത്ഥമുള്ളവൻ, ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ സാധിക്കുന്നവൻ, അവൻ അതാ എളുപ്പത്തിൽ ഖുർആൻ ഓതുന്നു, ഖുർആനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ സഫറത്തുൽ കിറാമിൽ ബററ, സഫറത്തുൽ കിറാമുൽ ബററയുടെ കൂടെയാണ്. എന്താണ് പറഞ്ഞതിന്റെ വ്യാഖ്യാനം? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു സഹാബികളുടെ കൂടെയാണെന്നാണ് അതിന്റെ വ്യാഖ്യാനം. മറ്റു ചിലർ പറഞ്ഞു മലക്കുകളുടെ കൂടെയാണെന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച കറാമത്ത് നൽകിയ മഹാന്മാരുടെ കൂടെയാണ് പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നവർ. എന്നാൽ ചിലർക്കൊരു സംശയമുണ്ടാകും, നന്നായിട്ട് ഓതാൻ എനിക്കറിയില്ലല്ലോ, ഞാൻ എങ്ങനെയെല്ലാമോ അധ്വാനിച്ച് മെല്ലെ മെല്ലെ ഓതി തീർക്കുന്നവനാണ്. അവർക്കും പ്രതിഫലം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ യഖറഉൽ ഖുർആന വയതഹത്തഹു ഫീഹി വഹുവ അലൈഹി ശാഖുൽ ലഹു അജ്റാൻ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോ കലിമത്തും മെല്ലെ മെല്ലെ ഓതി അദ്ദേഹം ഒപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ക്ലിയറായിട്ട് ഓതിപ്പോകാനുള്ള കഴിവില്ല. അദ്ദേഹം ഓരോ ആയത്തുകൾ, ഓരോ കലിമത്തുകൾ, ഓരോ വാചകങ്ങൾ ഓരോന്നോരോന്ന് മെല്ലെ മെല്ലെ അങ്ങനെ ഓതിപ്പോവുകയാണ്. എളുപ്പത്തിൽ ഓതാനുള്ള അറിവ് അദ്ദേഹത്തിനില്ല, എളുപ്പത്തിൽ ഓതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഖുർആൻ ഓതുന്നത്. ലഹു അജ്റാനി, അദ്ദേഹത്തിന് 2 പ്രതിഫലമാണ്. ഒന്ന് അധ്വാനിച്ചോതുന്ന പ്രതിഫലം, മറ്റൊന്ന് ഖുർആൻ ഓതിയ പ്രതിഫലം. 2 പ്രതിഫലമാണ് അദ്ദേഹത്തിന്. ഖുർആൻ നന്നായി പെട്ടെന്ന് ഓതാൻ കഴിയുന്നവരും ധാരാളം പാരായണം ചെയ്യണം. അവർക്ക് വലിയ മഹത്വമുണ്ട്. അവർ മലക്കുകളുടെ കൂടെയാണ്, സഹാബികളുടെ കൂടെയാണ്. അല്ലാത്തവരും ഖുർആൻ പാരായണം ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം 2 പ്രതിഫലമാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഓതപ്പെടുന്ന ആ മഹത്തായ ഗ്രന്ഥം. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മഖ്ബറകളാക്കരുത്. നമ്മൾ ആളുകളെ മറവ് ചെയ്യാനല്ല വീട് ഉപയോഗിക്കേണ്ടത്. വീട്ടിൽ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് വീട്. അതുകൊണ്ട് വീട്ടിലല്ല ഖബറുണ്ടാക്കേണ്ടത്,
മറിച്ച് മുസ്ലിമീങ്ങളെ മൈതാനിയിലാണ് ഖബറുകൾ വേണ്ടത്. അതുകൊണ്ട് വീട്ടിൽ മറവ് ചെയ്യുന്നതിന് പകരം മുസ്ലിമീങ്ങളെ ഒന്നായി മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യുന്നതാണ് കൂടുതൽ ബഹുമാനമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തജാലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മഖ്ബറുകൾ ആക്കരുത്. ഇത് ഒരു വ്യാഖ്യാനമാണ്. വേറൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ ഈ ഹദീസിൽ പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളെ പോലെയാക്കരുത്. ഖബറിന്റെ ഉള്ളിൽ വെച്ച് സാധാരണ നിലക്ക് ആരും ഖുർആൻ ഓതൽ ഇല്ല. സാധാരണ നിലക്ക് ഖുർആൻ ഓതൽ ഖബറിന്റെ പുറത്ത് വെച്ചാൽ, ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതൽ ഇല്ല. ഇതുപോലെ നിങ്ങളുടെ വീടുകളുടെ ഉള്ളിൽ ഖുർആൻ ഓതാതെ ഖുർആൻ വെറും പള്ളിയിൽ വെച്ച് ഓതുന്ന വസ്തുവാക്കരുത്, പുറത്തു വെച്ച് മാത്രം ഓതുന്ന വസ്തുവാക്കരുത്, ഖബറിന്റെ മേലെ വെച്ച് മാത്രം ഓതുന്ന വസ്തുവാക്കരുത്. അല്ലേ? മറിച്ച് നിങ്ങളെ വീടുകളിലും ഖുർആൻ ഓതണം. ഖബറുകളുടെ ഉള്ളിൽ സാധാരണ നിലക്ക് ഖുർആൻ ഓത്ത് നടക്കാറില്ല. ചില മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്തായോ മുഅ്ജിസത്തായോ ഖുർആൻ ഓതാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സാധാരണ നിലക്ക് ഖബറിന്റെ ഉള്ളിൽ ഖുർആൻ ഓത്ത് നടക്കാറില്ല. ഇതുപോലെ നിങ്ങളെ വീടുകൾ ഖുർആൻ ഓത്ത് നടക്കാത്ത വീടുകൾ ആക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്, വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ സൂറത്തുൽ ബഖറ ഓതുകയാണെങ്കിൽ അവിടെ വെച്ച് ശൈത്താൻ ഓടിക്കളയും കേട്ടോ. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ശൈത്താൻ നിൽക്കുകയില്ല. സൂറത്തുൽ ബഖറ ഓതുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും ശൈത്താൻ ഓടിക്കളയും. പകരം റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ വീടുകൾ, ആ വീടുകളിൽ വെച്ച് നിങ്ങൾ ഖുർആൻ ഓതുക. കാരണം സൂറത്തുൽ ബഖറ ഓതുന്ന സ്ഥലത്ത് വെച്ച് ശൈത്താൻ ഓടുന്നതാണ് കേട്ടോ. ഞാൻ എന്റെ മുസ്ലിം സഹോദരിമാരോട് സഹോദരന്മാരോട് പറയട്ടെ, ചില വീടുകളിൽ ചിലപ്പോൾ ചില ശൈത്താനിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. നിങ്ങൾ ഖുർആൻ ധാരാളമായി നിങ്ങളെ വീടുകളുടെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതുക. എങ്കിൽ നിങ്ങളെ വീടുകളുടെ ഉള്ളിൽ നിന്ന് ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ശൈത്താന്റെ ശല്യം ഒഴിവായി കിട്ടുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറയട്ടെ, അങ്ങനെ ഏറ്റവും കൂടുതൽ അതാ ഓതപ്പെടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്, ലോകത്തുള്ള എല്ലാ ആളുകളെയും സന്മാർഗത്തിലേക്ക് നയിച്ചത് ആ പരിശുദ്ധ ഖുർആനല്ലേ സഹോദരന്മാരെ. എന്ന് തുടങ്ങുന്ന സൂറത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു റൗഡിയായി, പോക്കിരിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലവെട്ടാൻ ഉദ്ദേശിച്ച് വരുന്ന വരവിൽ പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോഴല്ലേ ബഹുമാനപ്പെട്ടവർക്ക് വലിയ മാനസാന്തരമുണ്ടായത്. അങ്ങനെ വലിയ മാനസാന്തരമുണ്ടാക്കുന്ന, വലിയ മാറ്റമുണ്ടാക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ, അതിൽ വളരെ പ്രധാനപ്പെട്ട അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്ത് അതാണ് സൂറത്തുൽ ഫാത്തിഹ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്.